യോനായുടെ പുസ്തകം 2:6. നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. അസാധാരണവും വിശ്വസിക്കാൻ പ്രയാസമുള്ളതുമായ അനുഭവങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്കുണ്ടാവാം. ഭാവനയെന്നോ കെട്ടുകഥയെന്നോ തോന്നാവുന്ന സംഭവങ്ങൾ ഇന്ദ്രിയങ്ങളാൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതാകയാലാണ് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നുന്നത്. യോനായുടെ പുസ്തകത്തിലും ഇങ്ങനെ ചില കാര്യങ്ങൾ കാണാം. അതിൽ പ്രധാനം, ഒരു വലിയ മത്സ്യം യോനയെ വിഴുങ്ങുകയും അദ്ദേഹം 3 ദിവസം അതിൻ്റെ വയറിനുള്ളിൽ കഴിയുകയും അതിനുശേഷം ആ മത്സ്യം തന്നെ യോനയെ ജീവനോടെ കരയിൽ ഛർദ്ദിക്കുകയും ചെയ്തു എന്നതാണ്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തിയാൽ ഇത് അസംഭവവും വിഡ്ഢിത്തവുമാണെന്ന് തെളിയിക്കാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏത് കാര്യവും ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് ഇതും ഒരു ചെറിയ കാര്യമായി മാത്രമേ കാണുകയുള്ളൂ. മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിയുമ്പോൾ യോന ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് ഈ അധ്യായം പൂർണ്ണമായും. എന്നാൽ ഇതിൽ പ്രാണനെ കുഴിയിൽ നിന്ന് രക്ഷിച്ചു എന്നും ഞാൻ ദൈവത്തിന് യാഗം കഴിക്കുമെന്നൊക്കെ പറയുന്നതിനാൽ ഇത്തരം വരികൾ മത്സ്യം യോനയെ പുറത്തിട്ട ശേഷം പ്രാർത്ഥിച്ചതാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു മറുവശം, ദൈവത്തെ അനുസരിക്കാതിരുന്ന യോന ദൈവസന്നിധി വിട്ട് യാത്ര ചെയ്തതിനാൽ അത് തന്നെ കൊണ്ടെത്തിക്കുന്നത് നിത്യനാശത്തിൻ്റെ കുഴിയിലായിരിക്കുമെന്നതിനാൽ ഈ അവസ്ഥയിലാക്കിയതിലൂടെ ദൈവം തന്നെ വൻ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു, രണ്ടാമതൊരവസരം കൂടെ നൽകുകയായിരുന്നു, അനുതപിക്കാൻ അവസരം നൽകുകയായിരുന്നു എന്ന് ചിന്തിക്കാം. ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ സ്വയം ന്യായീകരിക്കാൻ പലതുമുണ്ടാകും. എന്നാൽ ദൈവഹിതത്തിനായി ജീവിക്കാനും പ്രവർത്തിക്കാനും സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഒരു ക്രിസ്ത്യാനി അങ്ങനെ ജീവിക്കാമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തവനുമാണ്. ആകയാൽ ദൈവത്തോട് മറുതലിക്കുന്നത് നാശത്തിൻ്റെ കുഴിയിലേക്ക് നയിക്കും. എങ്കിലും ലഭിച്ച അവസരം അനുതപിക്കാൻ തയ്യാറായാൽ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് അവിടുന്ന് കരകയറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.